فاق النبيين في خلق وفي خلق ولم يضانوه في علم ولا كرم. ഫാഖ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറികടന്നിരിക്കുന്നു അന്നബിയീന മറ്റു അമ്പിയാക്കളെ ഫി ഖൽഖിൻ അവിടുത്തെ ശരീരത്തിന്റെ ആകൃതിയുടെ വിഷയത്തിൽ, അവിടുത്തെ ആകാര സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ മറ്റു അമ്പിയാക്കളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറികടന്നിരിക്കുന്നു. വഫീ ഖുലുഖിൻ സ്വഭാവത്തിന്റെ വിഷയത്തിലും, ക്ഷമ, സഹനം, വാത്സല്യം, സ്നേഹം, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളുണ്ടോ അതിലൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മികച്ചു നിൽക്കുന്നത്. എല്ലാ അമ്പിയാക്കളും ശരീരത്തിന്റെ ആകാര സൗന്ദര്യത്തിലും അതുപോലെ തന്നെ സ്വഭാവ വിശേഷണങ്ങളിലൊക്കെ ഉയർന്നു നിൽക്കുന്നവരാണ്. യാതൊരു ന്യൂനതയും ഒരു നബിയിലും നമുക്ക് കാണാൻ കഴിയൂല. അതിൽ വെച്ചൊക്കെ ഏറ്റവും ഉത്തമരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലം യുദാനൂഹു, ആ മുത്തുനബിയോട് ഈ അമ്പിയാക്കളൊന്നും അടുക്കുകയില്ല. ഫി ഇൽമിൻ, അറിവിലും, വലാ കറമി, ഔദാര്യത്തിലും. അഥവാ 1000 വർഷം ജീവിച്ച അമ്പിയാക്കളൊക്കെ ഉണ്ട്. എന്നാലും 63 വർഷക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവനുഭവങ്ങളോടും അതല്ലെങ്കിൽ അവിടുന്ന് ചെയ്ത ഔദാര്യത്തിനോടും അവരുടെയൊന്നും, ആ 1000 വർഷം കാലം ജീവിച്ച അമ്പിയാക്കളുടെയൊന്നും ഔദാര്യമോ അറിവുകളോ ഒരിക്കലും അടുക്കുകയില്ല. ഇവിടുന്ന് അങ്ങോട്ട് 2-3 വരികളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു അമ്പിയാക്കളെക്കാൾ ഉത്തമരാണ് എന്ന് ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും മറ്റുള്ളവരെ ഇകഴ്ത്തുന്നതല്ല, മറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തൽ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രാഇന്റെ 55-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, വലഖദ് ഫളൽനാ ബഅദൻ നബിയ്യിന അലാ ബഅദ്, ചില അമ്പിയാക്കളെ മറ്റു ചിലരേക്കാൾ നമ്മൾ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് എന്ന അടിസ്ഥാനത്തിൽ സയ്യിദുൽ അംബിയ ആയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റെല്ലാ അമ്പിയാക്കളെക്കാളും അറിവിന്റെ വിഷയത്തിലും ഔദാര്യത്തിന്റെ വിഷയത്തിലും ഉന്നതി കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു ആ നിലക്ക് അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. അമ്പിയാക്കൾക്കിടയിൽ നിങ്ങൾ വിവേചനം കാണിക്കരുത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്. അതിന്റെ വിശദീകരണത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു അടുത്ത ശറഹ് മുസ്ലിമിൽ 5ഓളം വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അമ്പിയാക്കളുടെ നുബൂവത്തിന്റെ വിഷയത്തിലും റിസാലത്തിന്റെ വിഷയത്തിലൊക്കെ അവർ ഒരേ സ്ഥാനക്കാരാണ്. അതിനിടയിൽ വേർതിരിവ് കാണിക്കരുത്. അതിനപ്പുറത്ത് വ്യക്തിപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കും.